പുറംകടലിൽ തകർന്ന ചരക്കു കപ്പലിലെത്തി മൂന്നാം ദിവസവും അണയ്ക്കാൻ കഴിയുന്നില്ല. കൂടുതൽ കണ്ടെയ്നറുകൾ കത്തുകയാണ്. ഇന്ധന ടാങ്കിലേക്ക് തീ പടരുമോ എന്നുള്ള ഒരു ആശങ്കയും ഉണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ 3 കപ്പലുകൾ പുലർച്ചെ വരെ ദൗത്യം തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വിനേഷ് ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. വിനേഷ്, ഏതായാലും വലിയ ഒരു ആശങ്കയായി തുടരുകയാണ് ഈ കപ്പലും അതുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നങ്ങളും. ഈ കപ്പൽ കത്തിക്കൊണ്ടേയിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ തീ അണയ്ക്കാനുള്ള ഒരു സാഹചര്യം വലിയ വെല്ലുവിളിയായി തുടരുകയാണല്ലോ. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? അഖില, ഇതുവരെയും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആശങ്ക വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് ഇന്ധന ടാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇപ്പോഴുള്ളതിൽ നിന്ന് കാര്യങ്ങൾ കുറച്ചുകൂടെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോകും എന്ന് തന്നെയാണ് ഇത് സംബന്ധിച്ചുള്ള വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ഈ ഒരു സാഹചര്യത്തിൽ തീ അണയ്ക്കാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ അത് എവിടെയും എത്തിയില്ല എന്നുള്ളതാണ്. കാരണം ഈ തീ പിടിച്ച ചരക്കു കപ്പൽ, അതായത് സിംഗപ്പൂരിൽ നിന്നുള്ള കപ്പലിന്റെ അടുത്തേക്ക് എത്താൻ പലപ്പോഴും കഴിയാതെ വരുന്ന ഒരു പ്രശ്നമുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പും അതുപോലെ തന്നെ മറ്റുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ഇവിടെ എത്താൻ കഴിയുന്നില്ല. ഒപ്പം തന്നെ ഈ വ്യോമസേനയുടെ ഒരു ഇടപെടൽ കൂടി ഇതിനകത്തുണ്ട്. അവർക്കും ഇത് കൃത്യമായി ഈ ചൂട്, കടുത്ത ചൂടും അതുപോലെ തന്നെ ഇത് കത്തിപ്പടരുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് വാഹനങ്ങളോ അല്ലെങ്കിൽ ഈ കപ്പലോ അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പോ അതുപോലെ തന്നെ വ്യോമസേനയുടെ വിമാനമോ ഹെലികോപ്റ്ററോ ഇതിന്റെ അടുത്തേക്ക് നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. ഇതിന്റെ ഹെലികോപ്റ്റർ എത്തിക്കാനുള്ളൊരു ശ്രമം, ഹെലികോപ്റ്ററിൽ നിന്നുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം നടത്താനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ ഇത്തരത്തിൽ തീ കത്തുന്നതുകൊണ്ട് തന്നെ നടക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും ഇന്ധന ടാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തും. ഇത് അഴീക്കൽ, ബേപ്പൂർ തുറമുഖങ്ങളിൽ നിന്ന് ഏകദേശം 44 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എങ്കിലും ഇത് കേരള തീരത്തെ ബാധിക്കില്ല. കാരണം ഇത് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാലും ഇതിന്റെ കണ്ടെയ്നറുകളോ അല്ലെങ്കിൽ ഇതിലുണ്ടാവുന്ന കെമിക്കൽസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള രാസവസ്തുക്കളോ കേരള തീരത്തെ ബാധിക്കില്ല എന്ന് അധികൃതർ പറയുന്നുണ്ട്. ഇതിന്റെ വിദഗ്ധർ ഇത് സംബന്ധിച്ച് പറയുന്നുണ്ട്. എങ്കിൽ പോലും ആശങ്ക നീങ്ങുന്നില്ല. കാരണം ഈ കണ്ടെയ്നറുകൾക്ക് അകത്ത് വലിയ തോതിലുള്ള വളരെ അപകടകരമായ രീതിയിലുള്ള വളരെ ടോക്സിക് ആയ ഇത്തരത്തിലുള്ള കെമിക്കലുകൾ തന്നെയാണുള്ളത്. ഇത് കടലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കടൽ എത്രത്തോളം മലീമസമാവും, ഒപ്പം തന്നെ കടൽ ജീവികളെ ഇത് എത്രത്തോളം ബാധിക്കും എന്നുള്ള ആശങ്കയെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും തീവ്രമായ ശ്രമം തന്നെയാണ്, തീ അണയ്ക്കാനുള്ള തീവ്രമായ ശ്രമം തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, വിനേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. വലിയ ശ്രമം ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ടെങ്കിൽ കൂടി എത്രത്തോളം ഇനി തീയണയ്ക്കാൻ കഴിയും എന്നതിൽ ആശങ്കയുണ്ട്. ഒപ്പം തന്നെ കടലിന്റെ ആവാസ വ്യവസ്ഥയൊക്കെ ഇത് എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്നുള്ളതും വലിയ പ്രതിസന്ധിയായി തുടരുകയാണ്.